പിന്നെ എല്ലാവരോടായിട്ടൊരു കാര്യം, നമ്മൾ ഇടയ്ക്ക് യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ യൂട്യൂബിൽ ഇടാനുള്ള ശരിക്കുള്ള കാരണം, നമ്മളിങ്ങനെ ഈ നമ്മുടെ ഈ മൊബൈലിൽ ഓരോ ചെറിയ ചെറിയ വീഡിയോകൾ പിടിക്കും കടയിലത്തെ. അത് പിടിക്കുന്നത് നമ്മുടെ ഫോണിൻ്റെ ഉള്ളിൽ സ്റ്റോറേജ് ഇങ്ങനെ കൂടി കൂടി വരണ കാരണം അത് നമ്മൾ യൂട്യൂബാക്കി ഇടുക. അതാണ് സത്യത്തിൽ സാധാരണ ചെയ്യാറ്. പക്ഷെ ഇപ്പം നമുക്ക് തോന്നുന്നത് അത് ആളുകൾ കൂടുതൽ കാണണമെന്നും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് നമ്മളെ പിന്തുണയ്ക്കണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു. വേറെ ഒന്നുമില്ല, നമ്മളൊരു സ്ഥാപനമാണല്ലോ, കട നടത്തുന്ന ആളാണല്ലോ. നമ്മൾ 34 വർഷമായിട്ട് ജെ ബിരിയാണി സ്റ്റോഴ്സിൻ്റെ കട നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ നമ്മൾ കടയിൽ ഇവിടെ ഒരു ഉച്ച തിരിയുന്ന സമയത്ത്, നമ്മൾ കുരിയത്രയാണ് കട, ഒരു 2 മണി 3 മണി സമയത്തൊക്കെ പൊതുവെ ഇവിടെ തിരക്ക് കുറവായിരിക്കും. ആ സമയത്ത് ഇങ്ങനെ ഓരോ വീഡിയോകൾ പിടിക്കുന്നതാണ്, അതാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മാത്രമല്ല ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. അപ്പോൾ ഓരോ ദിവസം ഓരോ ചോദ്യങ്ങളായിട്ട് നമ്മളിങ്ങനെ കാലങ്ങളായിട്ട് നമ്മൾ ജനങ്ങളായിട്ട് ബന്ധമുള്ളതുകൊണ്ട് പല ചോദ്യങ്ങളായിട്ട് പലരും വരുമ്പോൾ അതൊക്കെ ഞങ്ങളിങ്ങനെ തമാശയ്ക്ക് പിടിച്ചിട്ട് ഇങ്ങനെ ഇടാറാണ് പതിവ്. അപ്പോൾ ഇന്നത്തെ ചോദ്യം ആരംഭിക്കുകയാണ്. അപ്പോൾ ചോദ്യം ചോദിക്കുന്നവരൊക്കെ വന്ന് ചോദ്യം ചോദിക്കുക കേട്ടാ. എനിക്കുണ്ടൊരു കാര്യം ചോദിക്കാനായിട്ട്. ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയിട്ട് ഏകദേശം 1 വർഷം ആവാറായി. ഇപ്പൊ ഹിസ്ബുള്ളിയും ഇവരുടെ കൂടെ ചേർന്നിട്ടുണ്ട്, ഹമാസിന്റെ കൂടെ. ഈ യുദ്ധം എന്ന് അവസാനിക്കും? യുദ്ധം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അവസാനിക്കില്ല. സാധാരണ ഇതൊരു യുദ്ധമല്ലെന്ന്. ഇപ്പം നമ്മൾ റഷ്യ ഉക്രൈൻ യുദ്ധം, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം എന്ന് പറഞ്ഞ പോലത്തെ ഒരു യുദ്ധമല്ലത്. ഇത് ഒരു പ്രത്യേകമായ ലക്ഷ്യങ്ങൾ, ടാർഗറ്റുകൾ. കാരണം ഇസ്രായേലിനെ എന്നേക്കുമായിട്ട് ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആളുകൾ. ഇസ്രായേലിനാണെങ്കിൽ ഞങ്ങൾക്ക് നിലനിന്നേ പറ്റൂ എന്ന് വിശ്വസിക്കുന്ന ഇസ്രായേൽ. അപ്പോൾ ഇസ്രായേലിന് നിലനിൽക്കണമെങ്കിൽ ഇസ്രായേലിനെതിരെ വരുന്നവർക്ക് എതിരെ മുഴുവൻ അവർ യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കണം. അവർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നില്ല എന്ന് ആ രാജ്യം അവസാനിച്ചു. ഇതാണ് ഇസ്രായേലിൻ്റെ അവസ്ഥ. ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്നവരെ സംബന്ധിച്ചോളം ഇസ്രായേൽ എന്ന രാജ്യം തന്നെ ഭൂമിയിൽ വേണ്ട എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഇസ്രായേൽ എന്ന രാജ്യം ഭൂമിയിൽ നിന്ന് ഇല്ലായ്മ ചെയ്യുന്നിടത്തോളം കാലം അവർ യുദ്ധത്തിന് തയ്യാറാണ്. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഇസ്രായേലിൽ നിന്നുള്ള രാജ്യം ഇല്ലാതാവണം, അതല്ലെങ്കിൽ ഇസ്രായേലിനെതിരെയുള്ള ശത്രുക്കൾ ഇല്ലാതാവണം. 2 ചാൻസിലാണ് യുദ്ധത്തിന് സമാപ്തി വരുള്ളൂ. ഇപ്പോഴത്തെ കണ്ടീഷനിൽ 1 വർഷമുള്ളത് ഇസ്രായേലിനെതിരെ നിൽക്കുന്ന മുഴുവൻ ആളുകളും ഒറ്റക്കെട്ടായി ഇസ്രായേലിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുക എന്നുള്ളതാണ് ഒരു പോയിന്റ്. ഇസ്രായേലിനെതിരെ നിൽക്കുന്ന എല്ലാ രാജ്യങ്ങളും കൂടി ഒരുമിച്ച് ചേർന്ന് ഇസ്രായേലിനെ ആക്രമിച്ച് ഇസ്രായേലിനെ അവസാനിപ്പിക്കുക. ഇതാണ് ഒരു പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ഇസ്രായേലിനെതിരെ വരുന്ന മുഴുവൻ, ഇസ്രായേലിൻ്റെ നിലനിൽപ്പിനെതിരെ ചിന്തിച്ച് വരുന്ന മുഴുവൻ ആളുകൾക്കെതിരെ ഇസ്രായേല് യുദ്ധം ചെയ്ത് അവരെ മുഴുവൻ കീഴ്പ്പെടുത്തുക. ഈ 2 സാധ്യതയിൽ മാത്രമേ യുദ്ധം അവസാനിക്കുള്ളൂ. സാധാരണ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അല്ലെങ്കിൽ യുക്രൈൻ റഷ്യ യുദ്ധം പോലെയല്ല, ഏത് യുദ്ധം പോലെയല്ല യുദ്ധം. ഇതിൽ രണ്ടിലൊരാൾ, നമ്മൾ അയ്യപ്പനും കോശിയില്ലേ, ഒരാൾ അന്ന് അഴയുമ്പോൾ മറ്റാൾ മുറുകും, മറ്റാൾ അഴയുമ്പോൾ ഇപ്പുറത്തുള്ള മുറുകും. ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അതിൻ്റെ സിസ്റ്റം അങ്ങനെയാണ്. ഒരാളെ അവസാനിപ്പിക്കാൻ മറ്റാൾ ശ്രമിക്കുന്നു, മറ്റാൾ എന്ത് തന്നെയാലും എന്നെ അവസാനിപ്പിക്കാൻ എനിക്ക് ജീവിച്ചേ പറ്റൂ എന്നുള്ള തരത്തിൽ പോരാട്ടം. ഇതുകൊണ്ട് ഒരിക്കലും 2-1 സംഭവിക്കുന്നവരെ ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. കാരണം ഇതൊരിക്കലും അത് ഐക്യരാഷ്ട്രസഭ ഇടപെട്ടാലും ഏതൊക്കെ രാജ്യങ്ങൾ ഇടപെട്ടാലും താൽക്കാലികമായിട്ട് ശമനം വന്നാലും ഇത് അവസാനിക്കില്ല, തുടർന്നുകൊണ്ടേയിരിക്കും. സാധാരണ യുദ്ധമല്ലത്. അതാണ് ഈ യുദ്ധം അവസാനിക്കുന്നോ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം ഇതാണ്. ഇനി എന്താണ് ചോദിക്കുന്നത്? ശരിക്ക് ഒറ്റ നോട്ടത്തിൽ അങ്ങനെയൊക്കെ തോന്നാം. പക്ഷെ സത്യത്തില് ഇസ്രായേലിന്റെ ഭാഗത്ത് ശരിയെന്ന് ചിന്തിക്കുന്ന വളരെയധികം ആളുകളുണ്ട്. പക്ഷെ ഇസ്രായേലിനെതിരെ നിൽക്കുന്ന ആളുകളുടെ പക്ഷം ശരിയെന്ന് ചിന്തിക്കുന്നവർ വളരെയധികം ആളുകളുണ്ട്. പക്ഷെ ഇവർക്കെല്ലാം ഒരു കാര്യത്തിലുള്ള വിഷമം വെച്ച് കഴിഞ്ഞാൽ, തീവ്രവാദ വിഭാഗങ്ങളെ ലോകത്തിലുള്ള മുഴുവൻ രാജ്യങ്ങളും ഭയപ്പെടുന്നു. അപ്പോൾ തീവ്രവാദം അവസാനിപ്പിക്കണമെന്ന് പലരും ആഗ്രഹിക്കുന്നവരുണ്ട്. അന്ന് ഇസ്രായേല് നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന വിഭാഗങ്ങളുമുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ഇതുവരെയുള്ള ഇസ്രായേലിൻ്റെ ചരിത്രം വെച്ച് നോക്കി കഴിഞ്ഞാൽ
അവരുടെ അടുത്ത് യുദ്ധത്തിന് ചെയ്ത് ജയിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമുള്ളൊരു കാര്യമായിട്ടാണ് ഇതുവരെ ചരിത്രത്തിൽ കണ്ടിട്ടുള്ളത്. കാരണം ഇത്രയും കാലത്തെ അവരുടെ ചരിത്രത്തിൽ ഇസ്രായേലിനെ തോൽപ്പിക്കാൻ വളരെ പ്രയാസമുള്ള പോലെയാണ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് അവർക്കെതിരെ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകുന്നൊരു യുദ്ധത്തിനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇസ്രായേലിൻ്റെ ചരിത്രം അങ്ങനെയാണ്. കാരണം അവരെ സംബന്ധിച്ചോളം യഹൂദ ജനാണ്. നമ്മൾ ഇന്ന് കാലത്ത് നമ്മൾ കണ്ടുപിടുത്തങ്ങൾ നടത്തിയില്ല. അവർ ജനസംഖ്യയിൽ ഇപ്പോൾ നമ്മളൊരു 10-700 കോടി ജനം ഉണ്ടെങ്കിൽ അവർ ആ 1 കോടിയിൽ താഴേക്കുള്ളൂ. അപ്പോൾ ലോകത്തിലെ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ള മുഴുവൻ കണ്ടുപിടുത്തം നോക്കി 1% അല്ല, അത്രയും കുറവുള്ള ജനങ്ങളാണ് ഏറ്റവും കൂടുതൽ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ളത്. നോബൽ സമ്മാനത്തിൻ്റെ ചരിത്രം നോക്കിയാലും ഏറ്റവും അധികം നോബൽ സമ്മാനം കിട്ടിയിട്ടുള്ളത് അവർക്ക്. ആ ഇതിലൊന്നും എനിക്ക് കൊടുക്കാൻ നൽകാം. ഹലോ ഹലോ ഓക്കെ, എന്നിട്ട് പറഞ്ഞു നിർത്തിന്നെ. ലോകം ഇസ്രായേലിന്റെ രാജ്യം കണ്ടുപിടുത്തങ്ങളൊക്കെ. അതെ, അപ്പൊ അവരെ ലോകത്തിന്റെ ജനസംഖ്യ നോക്കുമ്പോ നമ്മളിപ്പോ 10-700 കോടി ജനനി, അവർ 1 കോടിയിൽ താഴെയുള്ളൂ. പക്ഷെ ഏറ്റവും കൂടുതൽ കണ്ടുപിടുത്തങ്ങൾ, നോബൽ സമ്മാനം, അതുപോലെ ലോകത്തിന്റെ സമസ്ത മേഖലയിലും നിറഞ്ഞു നിൽക്കുന്നൊരു വിഭാഗമാണ് യഹൂദ ജനത, എല്ലാ മേഖലയിലും. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു രാജ്യത്തിന് എതിരെ എന്ന് പറയുമ്പോൾ ലോക മനസ്സുകൾ ശക്തന്മാരുടെ ഒപ്പമാണല്ലോ എപ്പോഴും കൂടുതൽ ശക്തി ഉണ്ടാവുക. ശക്തമായ ആളുകൾ മുഴുവൻ അവർക്ക് മാനസികമായിട്ടൊരു സപ്പോർട്ട് നിൽക്കുന്നതുകൊണ്ട് അവരെ കീഴ്പ്പെടുത്തി യുദ്ധം അവസാനിപ്പിക്കൽ സാധ്യമല്ല. അതിനേക്കാളും എളുപ്പമാവുക അവർക്കെതിരെ നിൽക്കുന്ന ആളുകളുടെ മനസ്സ് ചേഞ്ച് വന്നിട്ട് യുദ്ധം അവസാനിപ്പിക്കണം. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ. ഇതിപ്പോൾ അതുകൊണ്ട് ഒരു 3-ാം ലോക മഹായുദ്ധമായി മാറാനുള്ള സാധ്യത കുറവാണ്. കാരണം ഇസ്രായേലിനെ എല്ലാവരും ഭയപ്പെടുന്നുണ്ട്. കാരണം അവർ അത്രമാത്രം കണ്ടുപിടുത്തുന്ന കാര്യം, അവരിൽ എന്തൊക്കെ രഹസ്യമായിട്ടുള്ള ആയുധങ്ങൾ, രഹസ്യമായിട്ടുള്ള സെറ്റപ്പുകൾ ഈ ലോകം ഇതുവരെ അറിയാത്ത പലതും അവരുടെ കയ്യിലുണ്ട് എന്നൊരു ഭയം നിൽക്കുന്നത്. പിന്നെ നമ്മുടെ ബൈബിളിൻ്റെ വെളിച്ചത്തിൽ ഇസ്രായേൽ ദൈവത്തിൻ്റെ ജനമാണെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ബൈബിൾ വിശ്വസിക്കുന്ന വളരെയധികം ആളുകൾ ദൈവത്തിൻ്റെ ജനമായതുകൊണ്ട് ദൈവം അവരെ കൈവിടില്ല, അവരുടെ ഒപ്പം ഉണ്ട് എന്നൊക്കെ ഒരു വിശ്വാസം ജനങ്ങളുടെ ഇടയിലുണ്ടെന്ന്. അതുകൊണ്ട് അവർക്കെതിരെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ടൊരു ശക്തമായിട്ടുള്ളൊരു അറ്റാക്ക് നടക്കാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ ഒരു 3-ാം ലോക മഹായുദ്ധത്തിൻ്റെ സാധ്യതകൾ ഇല്ലാതെ ചെറിയ തോതിൽ ഒരു പ്രത്യേക പ്രദേശത്ത് തട്ടലും മുട്ടലായിട്ട് എങ്ങനെ അവസാനിച്ച് ഇതിങ്ങനെ എന്നും തുടർന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഉണ്ടാവാനാണ് സാധ്യത. പക്ഷെ ഇതിന്റെ പേരില് ഒരുപാട് സാധാരണക്കാരായ നിരപരാധികളായ ജനങ്ങളാണ് കൊല്ലപ്പെടുന്നത്. അത് 2 നാട്ടിലും, അത് ഹമാസിന്റെ എവിടെയാണെങ്കിലും അതെ ഇസ്രായേലിന്റെ എവിടെയാണെങ്കിലും ഒരുപാട് ജനങ്ങള്, കുഞ്ഞു കുട്ടികൾ വരെ, വയോധികര് വരെ എല്ലാം മരിച്ചു വീണു. ഇതിൽ നിന്ന് എന്ത് ലാഭമാണ് കിട്ടാൻ പോകുന്നത്? യുദ്ധം ഒരിക്കലും ഒരു ലാഭം ഉണ്ടാക്കാൻ പോകുന്നില്ല. ഒരു യുദ്ധത്തിനും ഒരിക്കലും മെച്ചമില്ല, നഷ്ടമല്ലാതെ ഒരു യുദ്ധത്തിനും എന്ത് വരുന്നില്ല, ലാഭം വരുന്നില്ല. പക്ഷെ ഇത്രമാത്രം ആലോചിച്ചാൽ മതി, നമ്മളുടെ വീട്ടിലേക്ക് അപ്പുറത്തുള്ള വീട്ടുകാരൻ അതിക്രമിച്ച് കയറി നമ്മളെ കൊല്ലാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ കിട്ടിയതെടുത്ത് അവനെ തിരിച്ചടിക്കലോ. ആ സമയത്ത് അവൻ്റെ വീട്ടിലുള്ള ആർക്കൊക്കെ എന്തൊക്കെ പറ്റുമെന്ന് നോക്കിയിട്ടാണ് നമ്മൾ തിരിച്ചടിക്കുക. യുദ്ധം എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൻ്റെ പ്രത്യേകത ജയിക്കുക എന്നുള്ളതാണ്. ജയിക്കാൻ വേണ്ടി എന്തും ചെയ്യാന്നുള്ളതാണ്. യുദ്ധത്തിൽ ജയിക്കുന്നവനാണ് രാജാവ്. ജയിക്കാൻ വേണ്ടി ഏത് മാർഗം സ്വീകരിക്കുക എന്നുള്ളതാണ് യുദ്ധത്തിലുള്ള തന്ത്രം. അപ്പോൾ മാനസികമായിട്ട് തകർക്കുക, എല്ലാ മേഖലയിലും എന്താ പറയുക, വിജയം നേടുക വേണ്ടി ഏത് തരത്തിലുള്ള തന്ത്രങ്ങളും ചെയ്യുന്നു. അപ്പോൾ യുദ്ധത്തിൽ അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ജനങ്ങൾ കൊല്ലപ്പെടുന്നത് അല്ലെങ്കിൽ കുട്ടികൾ മരിക്കുന്നത്, സ്ത്രീകൾ മരിക്കുന്നത് ഒഴിവാക്കാൻ പറ്റില്ല. യുദ്ധം ഇല്ലാതിരിക്കാനാണ് നോക്കേണ്ടത്. പക്ഷെ യുദ്ധം കൂടിയേ തീരൂ, യുദ്ധം ചെയ്യേണ്ടതാണ് ഞങ്ങൾക്ക് ആവശ്യം, ഞങ്ങൾക്ക് യുദ്ധം വേണം എന്ന രീതിയിൽ ചിന്തിച്ച് വരുന്ന ആളുകളുടെ അടുത്ത് നമ്മൾ എന്ത് പറയാൻ പറ്റും? യുദ്ധം ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ത്യ ഒരിക്കലും പാകിസ്ഥാനായിട്ട് യുദ്ധം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പാകിസ്ഥാൻ പല സമയത്തും തീവ്രവാദ പ്രവർത്തനങ്ങളായിട്ട് ഇന്ത്യയിൽ വരുന്നു, കാശ്മീരിൽ അറ്റാക്ക് ചെയ്യുന്നു, പല സ്ഥലത്ത് വിഷയങ്ങൾ വരുന്നു. സ്വാഭാവികമായിട്ട് ഇന്ത്യ തിരിച്ചടിക്കേണ്ടേണ്ടി വരില്ലേ? തിരിച്ചടിക്കുന്ന സമയത്ത് അവിടെ തിരിച്ചടി വരുമ്പോൾ അവിടെയുള്ള കുട്ടികൾ, ആളുകൾ, സ്ത്രീകൾ ഒക്കെ മരിക്കാം, കൊല്ലപ്പെടാം, ഇന്ത്യയിലും സംഭവിക്കാം. അപ്പോൾ യുദ്ധം ചെയ്യുന്ന ആളുകൾ ആലോചിക്കണം.
നമ്മളിത് ചെയ്താൽ നമുക്ക് ഇതുകൊണ്ട് എന്ത് ലാഭമുണ്ട്? എന്തായാലും നമ്മൾ വിജയിക്കാൻ പോകുന്നില്ല. വിജയിക്കാത്തൊരു യുദ്ധം, നമുക്ക് എല്ലാവർക്കും നഷ്ടം വരുന്ന യുദ്ധം, ഒരു ലാഭമില്ലാത്ത യുദ്ധം, നമ്മൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് യുദ്ധം ചെയ്യുന്നവരാലോചിക്കണം. നമ്മൾ പുറത്തിരുന്നിട്ട് ഇതിനെപ്പറ്റി ആലോചിച്ചിട്ട് കാര്യമില്ല. കാരണം നമുക്കിത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ പ്രസക്തിയില്ല. കാരണം യുദ്ധം, ഏത് യുദ്ധത്തിലും സർവനാശം ഉറപ്പാണ്. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പൊ ഈ യുദ്ധമൊക്കെ ഒഴിവാക്കാനായിട്ടാണല്ലോ രണ്ടാം ലോക മഹായുദ്ധമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഐക്യരാഷ്ട്ര സംഘടനയും എല്ലാ പോഷക സംഘടനകളൊക്കെ നിലവിൽ വന്നത്. അപ്പൊ അവർക്കും ഈ ജീവനുകൾ നഷ്ടപ്പെടുമ്പോ അവർക്കൊന്നും ചെയ്യാൻ സാധിക്കില്ലേ? ചില ഏത് ലോക ആരംഭം മുതൽ ലോക അവസാനം വരെ കയ്യൂക്കുള്ളവൻ, മണി പവർ, മസിൽ പവർ ഉള്ളവരാണ് അധികാരത്തിലിരിക്കുന്നത്. അവർക്കാണ് ആധിപത്യം. അത് കാലകാലങ്ങളിൽ അങ്ങനെയാണ്. അപ്പം ഈ ആധിപത്യത്തിന് വേണ്ടിയാണ് നമ്മൾ കുടുംബങ്ങളിലായാലും രാജ്യങ്ങളിലായാലും രാഷ്ട്രീയ പാർട്ടികളിലായാലും പൊതുസമൂഹത്തിലായാലും ലോകത്തിലായാലും ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ആധിപത്യമാണ്. കാരണം ഓരോ വ്യക്തികൾ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സംഘടനകളെ എല്ലാവരും ആ ആധിപത്യം, അധികാരം, മണിപ്പവർ, മസിൽ പവർ ഉള്ളവർ അതിനെ യൂട്ടിലൈസ് ചെയ്യും. ഇത് ലോകത്തിലെ എല്ലാ സ്ഥലത്തും അങ്ങനെയാണ്. ഇപ്പോൾ ഏത് കുടുംബങ്ങളിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഏത് മേഖലയിൽ, ഉദ്യോഗസ്ഥ മേഖലയിൽ, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, നമ്മളെ ഏത് മേഖലയിൽ നമ്മൾ എടുത്തു നോക്കും. ഇപ്പോൾ സിനിമ മേഖല തന്നെ നോക്ക്, ആധിപത്യമുള്ളവരാണല്ലോ അവിടെ അരങ്ങ് വാഴുന്നത്. അതുപോലെ എല്ലാ മേഖലയിലും അധികാരം, മണിപ്പവർ, മസിൽ പവർ ഉള്ളവർ അവർ വിചാരിച്ച പോലെ ലോകം തിരിയും. അത് ഐക്യരാഷ്ട്രസഭയാണെങ്കിലും ഏത് സംഘടനകളായാലും അങ്ങനെ. ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളാണെങ്കിൽ നമ്മൾ നോക്കിയറിയാം. അതുകൊണ്ട് ഏതൊക്കെ സംഘടനകൾ എന്തൊക്കെ വന്നാലും മനുഷ്യൻ്റെ മനസ്സ്, അവൻ മുന്നിലിരിക്കുന്ന സാഹചര്യം മനസ്സിലാക്കി സഹിച്ച് ക്ഷമിച്ച് വിട്ടുവീഴ്ച പോകാൻ പറ്റാവുന്നൊരു മാനസിക ലെവലുള്ള തരത്തിലേക്ക് മാറിയാൽ മാത്രമാണ് ഏത് സംഘടനകളാണെങ്കിലും ഏത് രാജ്യത്തിനാണെങ്കിലും ഏതിൻ്റെ തലപ്പത്തിരിക്കുകയാണെങ്കിലും ഇതിന് പ്രസക്തിയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് സംഘടന ഉണ്ടെങ്കിലും കുടുംബങ്ങളിലായാലും നാട്ടിലാണെങ്കിലും പോലീസിലായാലും പട്ടാളത്തിലാണെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലാണെങ്കിലും എല്ലായിടത്താണെങ്കിലും വ്യക്തികൾ ചുവല്ല, അവരുടെ ചിന്തകൾ ചുവല്ല, അവരുടെ മനസ്സുകൾ ചുവല്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രസക്തിയില്ല. ഏത് സംഘടന ഉണ്ടെങ്കിലും ഒരു കാര്യമില്ല. കാരണം ഇസങ്ങൾക്ക് പ്രസക്തിയില്ല, ആശയങ്ങൾക്ക് വ്യക്തികൾ നല്ലവരായാൽ മാത്രമാണ് ഇത്തരം ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ആ വ്യക്തികൾക്ക് അറിവുണ്ടാവണം, അവർ ലോകത്തിൻ്റെ സമാധാനം ആഗ്രഹിക്കണം. എങ്കിൽ മാത്രമേ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാവുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്തായാലും നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് നല്ലതിന് വേണ്ടി പ്രാർത്ഥിക്കാം. യുദ്ധങ്ങളൊക്കെ അവസാനിച്ചിട്ട് സാധാരണ ജനജീവിതം നിലനിൽക്കട്ടെ. എന്തായാലും ഇന്നത്തെ അവസ്ഥയിൽ മനുഷ്യർക്ക് അറിവ് വരിക എന്നുള്ളതാണ് പ്രധാനം. അറിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അറിവ് വെച്ചിട്ട് ദൈവത്തിൻ്റെ ഒരു ദാനം. അപ്പം എല്ലാ മനുഷ്യർക്കും അറിവ് വന്നാലേ മാത്രമേ അതിൽ പ്രസക്തിയുള്ളൂ. അറിവില്ലായ്മയാണ് ഈ ലോകത്തിൻ്റെ ശാപം. പല ആളുകൾ അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുന്നുണ്ട്. അറിഞ്ഞുകൊണ്ട് അവർക്കറിയാം തെറ്റാണ്, ഇത് ചെയ്യുന്നത് ശരിയല്ല എന്നറിയാം, എന്നിട്ടും അത് സാത്താൻ്റെ സന്തതികൾ എന്ന് പറയും. ലോകത്തിൽ സമാധാനം ഉണ്ടാവുക, ശാന്തി ഉണ്ടാവുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. ശരിക്കും ദൈവം ഒരിക്കലും അക്രമം ഉണ്ടാവാനോ അല്ലെങ്കിൽ യുദ്ധം ഉണ്ടാവാനോ ആഗ്രഹിക്കുന്നില്ല. യുദ്ധം ഉണ്ടാവാൻ ആഗ്രഹിക്കുന്ന ദൈവം, അല്ലെങ്കിൽ യുദ്ധം ഉണ്ടാക്കണം, അക്രമം ഉണ്ടാക്കണം, അത് ദൈവത്തിൻ്റെ പണിയല്ല, സാത്താൻ്റെ പണിയാണ്. സമാധാനം ആഗ്രഹിക്കുന്ന ദൈവം സ്നേഹമാണ്, സമാധാനമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. സമാധാനം ഉണ്ടാവുന്നതിന് വിരുദ്ധമായിട്ട് ചിന്തിക്കുന്നവരാരോ ശ്രമിക്കുന്നവരാരോ അവരൊക്കെ സാത്താൻ്റെ സന്തതികളാണ്. അപ്പോൾ ലോകത്തിൻ്റെ സമാധാനം കെടുത്താൻ സാത്താൻ ശ്രമിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഉത്തരവാദം എന്തുകൊണ്ടാണ്? സ്നേഹം, സമാധാനം, ശാന്തി ഉണ്ടാവാൻ ആഗ്രഹിക്കുന്ന ആര്? സമാധാനം, ശാന്തി ഇല്ലാതിരിക്കാൻ ആഗ്രഹിക്കുന്നവരാര്? അപ്പോൾ ഇതിന് വരുന്ന പറയാ ദൈവവും സാത്താനും തമ്മിലുള്ള ഒരു പോരാട്ടമാണ് ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് തോന്നി കഴിഞ്ഞാൽ ദൈവവും സാത്താനും തമ്മിലുള്ള ഒരു പോരാട്ടം. സമാധാനം ശാന്തിയും വേണോ, അതിനെതിരെ ചിന്തിക്കുന്ന ആൾ സാത്താൻ്റെ ആളുകൾ. ശാന്തിയും സമാധാനം ഉണ്ടാവാനായിട്ട് ദൈവത്തിൻ്റെ ആൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ രണ്ട് തരത്തിലുള്ളൊരു മത്സരമാണ് ദൈവവും സാത്താനും തമ്മിലുള്ള ഒരു പോരാട്ടം. ഇതിൽ ആരാണ് ദൈവം, ആരാണ് സാത്താൻ നമ്മൾ കണ്ടുപിടിക്കുക, തീരുമാനിക്കുക. നമ്മളുടെ കൺട്രോളിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല. താങ്ക് യു. ശരി.